തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ തിളക്കമേറിയ ജയത്തിന്റെ നിറം കെടുത്തിയ മറ്റത്തൂരിലെ വിവാദങ്ങൾക്ക് കോൺഗ്രസിന്റെ സമവായ ശ്രമങ്ങൾ ഊർജിതം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതിനിധിയായി റോജി M. ജോൺ MLA കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി. BJP പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാനെ രാജിവെപ്പിച്ച് പ്രശ്നപരിഹാരമുണ്ടാക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനമെന്നും വിവരം. സ്വതന്ത്രയായി തിരഞ്ഞെടുക്കപ്പെട്ടയാളായതിനാൽ പ്രസിഡന്റ് ടെസി ജോസ് രാജിവെക്കേണ്ടതില്ലെന്നാണ് ധാരണ. പുറത്താക്കപ്പെട്ട നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്തും. DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നാൽ വൈസ് പ്രസിഡന്റ് മാത്രം രാജിവെച്ച് പ്രശ്നം തീർക്കാൻ DCC തയ്യാറായിട്ടില്ല. വിമതർക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തോടൊപ്പം പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്നാണ് DCC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെച്ചാൽ മാത്രമേ കൂട്ടരാജിവെച്ചവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കേണ്ടതുള്ളൂ എന്ന് കർശനമായ നിലപാടാണ് കൈക്കൊള്ളുന്നത്. തെറ്റുപറ്റിയ അംഗങ്ങൾ അത് തിരുത്തണമെന്നും പാർട്ടിയോടും ജനങ്ങളോടും പരസ്യമായി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയണമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാർട്ടിയുടെ നയങ്ങളിൽ നിന്ന് പ്രവർത്തിക്കാവുന്ന ആരെയും പാർട്ടി സ്വീകരിക്കുമെന്നും DCC പ്രസിഡന്റ് വ്യക്തമാക്കി. ഇതിലെ വിജിലൻസ് എൻക്വയറി അട്ടിമറിക്കാനാണ് നീക്കം എന്നുള്ളത് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണ്. കാരണം ഇരുചെവി അറിയാതെ ഒരു പെറ്റീഷൻ കൊടുത്ത അപ്പം തന്നെ വിജിലൻസ് എൻക്വയറി ആരംഭിക്കുകയാണ്. ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് തന്നെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഇവിടെ ഈ ജാഫറിൻ്റെ വോയിസ് അദ്ദേഹം അതല്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് CPM ഏരിയ കമ്മിറ്റി അംഗം ബാബുവുമായിട്ടുള്ള ജാഫറിൻ്റെ ഓഡിയോനെ കുറിച്ച് എന്താ പറയാത്തത്? അത് ജാഫറിന് നിഷേധിച്ചിട്ടുണ്ടോ? ബാബു നിഷേധിച്ചിട്ടുണ്ടോ? CPM നേതാക്കന്മാർ നിഷേധിച്ചിട്ടുണ്ടോ? അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടറി ഒക്കെ എന്ത് ലാഘവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തെറ്റുപറ്റിയാൽ പറ്റിയെന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് പറ്റിയെന്ന് പറയുകയും അതിന് തക്കതായ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ഇതിവിടെ അങ്ങനെ ഉണ്ടായോ? മറ്റത്തൂരിൽ ഒരു മെമ്പറെ ചാക്കിട്ട് പിടിക്കുന്നു. വല്ലച്ചിറയിൽ BJPയുടെ വോട്ട് അസാധുവാകുന്നു. അവിടെ ആ സ്ഥാനം കിട്ടിയ പ്രസിഡന്റ് സ്ഥാനം രമാപ്രകാശിനെ രാജിവെപ്പിച്ചില്ല. ഇവിടെ ലീഗ് സ്വതന്ത്രൻ അവിടെ മാറ്റി വോട്ട് ചെയ്യുന്നു. ഇത്തരം ഒരു സാഹചര്യം വന്നിട്ട് എന്തുകൊണ്ട് CPM നടപടിയെടുക്കുന്നില്ല? അപ്പം അതുകൊണ്ട് വൈസ് പ്രസിഡന്റിനെ മാത്രം രാജിവെപ്പിച്ച് പ്രശ്നത്തിൽ നിന്നും തടിയൂരാനുള്ള വിമതരുടെ നീക്കത്തിനാണ് DCCയുടെ കടുത്ത നിലപാട് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതേസമയം KPCCയുടെ സമവായ ഫോർമുല സംബന്ധിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്നും മറ്റത്തൂരിലെ പ്രശ്നങ്ങൾ KPCC നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അച്ചടക്ക നടപടിക്ക് വിധേയനായ മുൻ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC നിർദ്ദേശിക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും TM ചന്ദ്രൻ പറഞ്ഞു. എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് എനിക്കറിയില്ല. സ്വാഭാവികമായി ഞങ്ങളുമായി ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ് എനിക്കറിയാവുന്ന കാര്യം. ഒരു രീതിയിലുള്ള തീരുമാനവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. KPCC എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അനുസരിക്കും എന്നുള്ളത് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നമ്മുടെ DCC പ്രസിഡന്റ് അല്ലേ. സ്വാഭാവികമായും അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ആവശ്യം എനിക്കില്ല. DCC പ്രസിഡന്റ് പറയുന്നതും KPCC പ്രസിഡന്റ് പറയുന്നതും ഒക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിനെക്കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ കഴിയില്ല. കാരണം നമ്മളോട് പാർട്ടി പറയാത്തൊരു കാര്യത്തെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല. പാർട്ടി എന്താണോ പറയുന്നത് അനുസരിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇന്ന അക്കമിട്ട് ഇന്ന കാര്യങ്ങളാണ് എന്ന് ഞാനോട് പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനും കഴിയില്ല. നിങ്ങൾ ഉന്നയിച്ച പ്രശ്നം നമ്മൾ അങ്ങനെ KPCCയെ നമ്മൾ വരച്ച വരയിൽ നിർത്തി ഉറപ്പുവാങ്ങുകയല്ലോ. നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി അനുഭാവപൂർവ്വം KPCC അത് കേട്ടു. അപ്പോൾ അതിൽ തീരുമാനവും അനുഭാവപൂർവ്വമായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ചും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി എന്തെങ്കിലും നേടാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലൊന്നല്ല ഇത് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊരു യാദൃശ്ചിക സംഭവമാണ്. അതിനെ തുടർന്നുണ്ടായ ചില രാഷ്ട്രീയ കോളിളക്കങ്ങൾ കേരള രാഷ്ട്രീയത്തെയും ഒരു പരിധിവരെ ദേശീയ രാഷ്ട്രീയത്തെ പോലും സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും.